ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിതാ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുത്താറി രാഗി എന്ന് പറയും, അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ കഴുകി എടുത്തിട്ട് നല്ലോണം പൊടിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം, ദോശ, പുട്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുറുക്ക്, അങ്ങനെ ഒരുപാട് റെസിപ്പികൾ ഈ ഒരു മുത്താറി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൊടിച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിപ്പം മിക്സിയിലിട്ടിട്ട് നല്ലോണം തന്നെ പൊടിച്ചെടുക്കാൻ പോവാണ്. ഞാനിതാ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് നമ്മളിത് ചെയ്യാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ. ഈ ഒരു രാഗി പൗഡർ വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് റെസിപ്പിക്കാണെങ്കിലും നല്ലോണം തന്നെ പൊടിയണം. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് പുട്ടിന് ആവശ്യമില്ല. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് ഞാനിപ്പോൾ കുഴച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ പുട്ടൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ലോണം തന്നെ ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുട്ടിന് വേണ്ടിയിട്ട് ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉരുണ്ടിരിക്കുകയാണ്, കട്ട കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഫൈനായിട്ട് പൊടിയായതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്തത് കൊണ്ട് അവിടെ എവിടെയൊക്കെ ഉരുണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് മാറാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്, ഞാൻ ചെറിയ ജാറാണ് എടുത്തത്, അതിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. ഒറ്റൊരു കറക്കേ കറക്കാവൂ. അപ്പം നമുക്ക് അത് നല്ലോണം എല്ലാം നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ കറക്കേ നമ്മൾ കറക്കാവും. ഒരുപാട് നമ്മൾ കറക്കിയാൽ അത് വീണ്ടും കട്ട കിട്ടും. അപ്പോൾ ഒന്നങ്ങ് വേക്കോട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ ഒരു ഹോൾസുള്ള ചിരട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രാഗി ഈ ഒരു പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. രാഗി പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ പുട്ടും കുറ്റിയിലും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അതുമേലാണ് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹോൾസ് ആയിരിക്കണം. എന്നിട്ട് വീണ്ടും ഞാനൊരു ചിരട്ട വെച്ചിട്ട് അത് കവർ ചെയ്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ മുത്താറിയുടെ ഗുണങ്ങൾ. അപ്പോൾ നല്ല ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ദോശ, അപ്പം, പുട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. നമ്മുടെ ഒരു സമയം ഈ ഒരു രാഗി കൊണ്ടുള്ള റെസിപ്പി ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. പുട്ടായതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ 2 പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. താങ്ക്